മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. സെവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിൽ രാവിലെ 8 മണിക്കാണ് ആന എത്തിയത്. കട്ടക്കൊമ്പൻ എന്നു പേരുള്ള ആനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി. അടുത്ത കാലത്ത് മൂന്നാറിൽ രണ്ടുപേരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കട്ടക്കൊമ്പനാണെന്നാണ് സംശയിക്കുന്നത്. സന്ദീപ് രാജാക്കാട്. സന്ദീപ്, ഇപ്പോൾ മൂന്നാറിൽ ഇനി കാട്ടാന ഇറങ്ങാത്ത ദിവസം റിപ്പോർട്ട് ചെയ്താൽ മതിയെന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഈ വാർത്തയുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? ഈ കട്ടക്കൊമ്പൻ എത്ര കണ്ട് അക്രമകാരിയാണ്? നികേഷ്, അത്തരത്തിൽ തന്നെയാണ് ഈ ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാട് കയറാതെ എന്ന് വേണം നമുക്ക് പറയാൻ. ഒരു ഭാഗത്ത് പടയപ്പയാണെങ്കിൽ മറുഭാഗത്ത് കട്ടക്കൊമ്പൻ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാട്ടാനകൾ വിവിധ മേഖലകളിൽ ഒറ്റയാന്മാർ ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ പാർവതി ഡിവിഷനിലുള്ള എസ്റ്റേറ്റിലേക്ക്, സെവൻമല എസ്റ്റേറ്റിലേക്ക് കട്ടക്കൊമ്പൻ എന്ന് നാട്ടുകാർ പേരിട്ട് വിളിക്കുന്ന കാട്ടാന എത്തുന്നത്. അവിടെ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ തോട്ടം തൊഴിലാളികൾ ജോലിക്ക് പോകാനായി ഇറങ്ങുന്ന ഒരു സമയമൊക്കെയാണ്, കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന ഒരു സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കാട്ടാന ഇറങ്ങിയത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇവർക്ക് മറ്റൊരു ഇടങ്ങളിലേക്ക് പോകുവാൻ സാധിക്കാതെ അവിടെ തന്നെ നിൽക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ യോഗം ചേരുകയും ഈ RRTയുടെ സേവനം വിപുലപ്പെടുത്തുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിലവിലുള്ള RRT സംഘത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്തി ഈ കാട്ടാനകൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വേണമെന്നാണ് തോട്ടം തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ അടക്കം നിയോഗിക്കുമെന്ന പ്രഖ്യാപനങ്ങളും യോഗത്തിൽ ഉണ്ടായിരുന്നു, സർവകക്ഷി യോഗത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷവും ഈ വന്യജീവികൾ ജനവാസ മേഖലയിൽ തുടരുന്നത് നിത്യസംഭവമായി തന്നെ നിലനിൽക്കുകയാണ്. വിശദാംശങ്ങൾ എത്തിയത്. കട്ടക്കൊമ്പൻ മൂന്നാറിൽ ഇറങ്ങിയിരിക്കുന്നു. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.